ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ്, ഏകദേശം 5 വീഡിയോസോളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ചാപ്റ്റർ 7 കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ്. മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് നിങ്ങൾക്കറിയാം, 3 തരമുള്ള ട്രാൻസ്പോർട്ടാണ് നമുക്കുള്ളത്. ലാൻഡ് ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട് ആൻഡ് എയർ ട്രാൻസ്പോർട്ട്. ഇപ്പോൾ ലാൻഡ് ട്രാൻസ്പോർട്ടും വാട്ടർ ട്രാൻസ്പോർട്ടും ആൻഡ് എയർ ട്രാൻസ്പോർട്ട്, അങ്ങനെ 3 തരം ട്രാൻസ്പോർട്ടാണ് നമുക്കുള്ളത്. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്? റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം എഴുതാം? റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് ആണ്, എക്സ്പെൻസ് കുറവാണ്. ആക്സസബിൾ ടു ഓൾ സെക്ഷൻ ഓഫ് പീപ്പിൾ, അതായത് എല്ലാ തരം ആൾക്കാർക്കും അത് ആക്സസബിൾ ആണ്, സമൂഹത്തിലെ എല്ലാവിധ ആൾക്കാർക്കും അത് ഉപയോഗിക്കാം. ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഷോർട്ട് ട്രിപ്സ്, ചെറിയ യാത്രക്കൊക്കെ വളരെയധികം സ്യൂട്ടബിൾ ആണ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ട്രാവൽ ടു ഇൻലാൻഡ് ഏരിയാസ്. Construction and maintenance costs are low. This transport is very suitable in hilly area with slopes. അപ്പോൾ റോഡ് ട്രാൻസ്പോർട്ട് ആണ്. അപ്പോൾ റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ അഡ്വാൻറ്റേജസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ലെസ് എക്സ്പെൻസീവ് ആണ്, ആക്സസബിൾ ടു ഓൾ സെക്ഷൻ ആണ്. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട വേറൊരു കാര്യമാണ്, 1825 ജോർജ് സ്റ്റീഫൻസൺ ആണ് ഫസ്റ്റ് ലോക്കോമോട്ടീവ് ട്രെയിൻ എഞ്ചിന് ബിൽഡ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ലോക്കോമോട്ടീവ് ട്രെയിൻ ആരാണ് ബിൽഡപ്പ് ചെയ്തത്? ജോർജ് സ്റ്റീഫൻസൺ ആണ്. അത് മറക്കാതിരിക്കുക. അതിൽ ഉപയോഗിച്ച ഇന്ധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളായിരുന്നു. ഇനി അടുത്തത് നമുക്ക് റെയിൽ ട്രാൻസ്പോർട്ട് നോക്കാം. റെയിൽ ട്രാൻസ്പോർട്ടിൻ്റെ 3 അഡ്വാൻറ്റേജ് നമുക്ക് പഠിച്ചിരിക്കാം. ഇപ്പോൾ റെയിൽ ട്രാൻസ്പോർട്ട് എന്തൊക്കെയാണ്? ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ടു ക്യാരി മോർ പീപ്പിൾ. ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, വളരെയധികം പൈസ കുറവാണ്, ചീപ്പസ്റ്റ് മോഡാണ്. ഹെൽപ്സ് ടു മൂവ് ബൾക്ക് എമൗണ്ട് ഓഫ് ഗുഡ്സ്, ഒരുപാട് വലിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് റെയിൽ ട്രാൻസ്പോർട്ടാണ് നല്ലത്. പ്ലേസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഗ്രോത്ത് ഓഫ് എക്കണോമിക് സിസ്റ്റം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വാട്ടർ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പഠിക്കാം. വാട്ടർ ട്രാൻസ്പോർട്ട് നമ്മൾ പറഞ്ഞു 2 എണ്ണം ഉണ്ട്, ഇൻലാൻഡും ഉണ്ട് മാരി ടൈമും ഉണ്ട്. 2 തരം ട്രാൻസ്പോർട്ടാണുള്ളത്, ഇൻലാൻഡ് ആൻഡ് മാരി ട്രാൻസ്പോർട്ട്. ഇത് റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് ആണ്. ലോ ലെവൽ ഓഫ് പൊല്യൂഷൻ വളരെ കുറവാണ്. സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്കെയിൽ കാർഗോ ട്രാൻസ്പോർട്ട്, ഒരുപാട് സാധനങ്ങളൊക്കെ കയറ്റി അയക്കാൻ സഹായിക്കുന്നു. മോസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഇൻ്റർനാഷണൽ ട്രേഡിന് ഏറ്റവും അനുയോജ്യം എന്താണ്? വാട്ടർ ട്രാൻസ്പോർട്ടാണ്. ഇതിൻ്റെ നമുക്ക് വേറൊരു ട്രാൻസ്പോർട്ടും കൂടി ഉണ്ട് പറയാൻ, എയർ ട്രാൻസ്പോർട്ട്. അത് എന്താണ്? എയർ ട്രാൻസ്പോർട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, പക്ഷെ നമുക്ക് വേഗത്തിൽ എത്തിച്ചേരാൻ പറ്റും. ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് എയർ ട്രാൻസ്പോർട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 2-3 വൺ വേർഡ് നോക്കാം. ദ ലോക്കോമോട്ടീവ് ട്രെയിൻ കെയിം ടു ബീയിങ് ബൈ ദ ഇൻവെൻഷൻ ഓഫ് വിച്ച് മെഷീൻ? സ്റ്റീം എഞ്ചിനാണ്. ഫസ്റ്റ് റെയിൽവേ ഇൻ കേരള വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു വേർ? നമ്മുടെ കേരളത്തിൽ ഫസ്റ്റ് റെയിൽവേ ലൈൻ വന്നത് ബേപ്പൂർ ടു തിരൂരാണ്. എവിടെയാണ്? ബേപ്പൂർ ടു തിരൂർ. ഇനി നമ്മൾ കമ്മ്യൂണിക്കേഷന് പറയാന്ന് വെച്ചാൽ നമുക്ക് 2 തരം കമ്മ്യൂണിക്കേഷനാണുള്ളത് അല്ലേ? 2 തരം കമ്മ്യൂണിക്കേഷനാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഇൻഫോർമേഷൻ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഓർ പേഴ്സൺ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അത് ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക്, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്കോ ഇങ്ങനെ ഡാറ്റകൾ കൈമാറ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഓഫ് ഏർലി ഹ്യൂമൻസ് യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് എറാസ് ടു കൺവേ ന്യൂസ് ആൻഡ് മെസ്സേജ്. അപ്പോൾ നമ്മൾ പണ്ട് കാലങ്ങളിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇനി നമുക്ക് ഈ കമ്മ്യൂണിക്കേഷന് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം, ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനും മാസ് കമ്മ്യൂണിക്കേഷനും. ഇറ്റ് ഈസ് ദ ഡെലിവറി ഓഫ് എ മെസ്സേജ് ഓർ ഐഡിയ ടു ലാർജ് ചങ്ക് ഓഫ് പീപ്പിൾ. അതായത് ഒരുപാട് ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. കാരണം ന്യൂസ് പേപ്പർ,
റേഡിയോ, സെമിനാർ, സ്ട്രീറ്റ് പ്ലേ, ടെലിവിഷൻ, ഇതൊക്കെ നമുക്ക് ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജസ് ഓർ ഐഡിയാസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരു ആളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൺവേ ചെയ്യുന്നതാണ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇത് ക്വസ്റ്റ്യൻ വരെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് ഇത് ക്ലാസിഫൈ ചെയ്യില്ലാണ്ട് ഫാക്സ്, ഇമെയിൽ, ടെലിഗ്രാം അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇൻലാൻഡ് വേണം, ഫാക്സ് വേണം. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇൻലാൻഡ്, ഫാക്സ്, ഇമെയിൽ, ടെലിഗ്രാഫ്, ടെലിഫോൺ, മൊബൈൽ ഫോൺ ഇതൊക്കെയാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പർ, റേഡിയോ, സെമിനാർ, സ്ട്രീറ്റ് പ്ലേ, ടെലിവിഷൻ ഇതൊക്കെയാണ്. ഇനി നമുക്ക് ചാപ്റ്റർ 8 നോ അവർ ലാൻഡിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കാം. നമ്മുടെ ഫിസിയോഗ്രഫി ഓഫ് കേരളമാണ്. കേരളയുടെ ഫിസിയോഗ്രഫിയാണ് അതിൽ മെയിനായിട്ടുള്ളത്. ഒന്ന് ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോ ലാൻഡ്. ഇത് 3 എണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇതിൽ ഹൈലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ വിത്ത് ആൻ എലിവേഷൻ ഓഫ് ഓവർ 75 മീറ്റേഴ്സ് ഫ്രം ദ സീ ലെവൽ. അതായത് സീ ലെവലിൽ നിന്ന് 75 മീറ്റർ അധികം ഉയർന്നു നിൽക്കുന്നതിനെയാണ് നമ്മൾ ഹൈലാൻഡ് എന്ന് പറയുന്നത്. ഹൈലാൻഡിലെ കൃഷികൾ ഓർത്ത് വെക്കുക. ടീ, കാണ്ടമം, കോഫി, പെപ്പർ ഇതൊക്കെയാണ് ഹൈലാൻഡിലെ പ്രധാന ക്രോപ്സ്. ഇനി മിഡ്ലാൻഡ് എന്ന് പറയുന്നത് ഏരിയാസ് ലൈൻ ബിറ്റ്വീൻ 7.5 മീറ്റർ ടു 75 മീറ്റർ എബോവ് ദ സീ ലെവൽ. ഇനി അടുത്തത് മിഡ്ലാൻഡ് ആണ്. ആദ്യം ഹൈലാൻഡ് ആണ്, പിന്നെ മിഡ്ലാൻഡ് ആണ്. മിഡ്ലാൻഡ് എന്ന് പറഞ്ഞാൽ 7.5 to 75 മീറ്റർ ആണ്. അവിടെ കൃഷി ചെയ്യുന്ന പ്രധാന ക്രോപ്സ് എന്ന് പറഞ്ഞിട്ട് ടാപ്പിയോക്ക, യാംസ്, ബനാന ഇതൊക്കെയാണ്. ഇനി അടുത്തത് ലോ ലാൻഡ്, അതിനെ കോസ്റ്റൽ ഏരിയ എന്നും പറയും. കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്ന ഏരിയ ദാറ്റ് ഹാസ് എലവേഷൻ അപ് ടു 7.5 മീറ്റർ ഫ്രം സീ ലെവൽ. ജനറലി ദിസ് ഈസ് എ സാൻഡി ട്രാക്ട്. അത് 7.5 മീറ്റർ ആണ് സീ ലെവലിൽ ഉണ്ടാവുക. അപ്പോൾ ആദ്യം 75 മീറ്റർ ആണ്, പിന്നെ 7.5 to 75 ആണ്, 7.5 ആണ്. ഇത് ഓർമ്മിച്ച് വെക്കുക. കോസ്റ്റൽ ഏരിയയിൽ പ്രധാനപ്പെട്ട ക്രോപ്സ് കൃഷി എന്ന് പറയുന്ന പാടിയും കോക്കനറ്റും ആണ്. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ള വെതർ ഓഫ് കേരള ആണ്. 2 തരം വെതറാണ് കേരളത്തിലുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ, ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് മൺസൂൺ, തുലാവർഷം. അപ്പോൾ 2 തരം വെതറാണ് നമുക്കുള്ളത്. സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയും, ഇടവപ്പാതി എന്ന് പറയും, കാലവർഷം എന്ന് പറയും. രണ്ടാമത്തേത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ, തുലാവർഷം. ഓക്കെ. ഇനി അടുത്തത് സോയിൽ ടൈപ്സ് ആണ്. കേരളത്തിലെ സോയിൽ ടൈപ്സ് ഏതൊക്കെയാണ്? ഒന്ന് ലാറ്ററൈറ്റ് ആണ്, രണ്ടാമത്തെ റെഡ് സോയിലാണ്, അലൂവിയ സോയിലാണ്, ഫോറസ്റ്റ് സോയിലാണ്. അപ്പം 4 തരം മണ്ണാണ് കേരളത്തിലുള്ളത്. ലാറ്ററൈറ്റ് സോയിൽ, റെഡ് സോയിൽ, അലൂവിയ സോയിൽ, ഫോറസ്റ്റ് സോയിൽ. ഓക്കെ. ഇനി അടുത്തത് റിവേഴ്സാണ്. റിവേഴ്സ് എത്ര ഉണ്ടെന്ന് ചോദിക്കാം. 44 റിവേഴ്സാണ് ഉള്ളത്. അതിൽ കബനിയും, ഭവാനിയും, പാമ്പാറും ഈസ്റ്റിലേക്കാണ് ഒഴുകുന്നത്. ബാക്കിയൊക്കെ വെസ്റ്റിലേക്കാണ് ഒഴുകുക. അപ്പോൾ 3 റിവേഴ്സാണ് ഈസ്റ്റിലേക്ക് ഒഴുകുന്നത്. അത് ഓർമ്മിച്ച് വെക്കുക. കബനി, ഭവാനി, പാമ്പാർ. ഓക്കെ. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ചോദ്യമാണ് സോഴ്സസ് ഓഫ് ഇൻകം. എന്തൊക്കെയാണ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ അത് അഗ്രികൾച്ചർ, എംപ്ലോയ്മെൻറ്റ്, ബിസിനസ്, ബാങ്ക് ഡെപ്പോസിറ്റ്, ഏതെങ്കിലും 4 ഓർമ്മിച്ച് വെക്കുക. സോഴ്സസ് ഓഫ് ഇൻകം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്താൽ ലേബർ ഓർ പ്രോപ്പർട്ടി ദാറ്റ് ജനറേറ്റ് വാരിയസ് ടൈപ്സ് ഓഫ് ഇൻകം ഈസ് കോൾഡ് സോഴ്സസ് ഓഫ് ഇൻകം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് വേറൊരു പോയിൻ്റാണ് സണ്ണിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. സൺ എന്ന് പറഞ്ഞിട്ട് സെൻറ്റർ ഓഫ് സോളാർ സിസ്റ്റം ആണ്. അതൊരു സ്റ്റാർ ആണ്. സൺ ഈസ് എ ബേണിംഗ് ഗാസസ് ബോൾ ആണ്. പിന്നെ മെർക്കുറിനെ പറ്റി പഠിച്ചു വെക്കുക. ഏതെങ്കിലും 2 പഠിച്ചു വെക്കണം. ക്ലോസസ്റ്റ് ടു സൺ ആണ്. സണ്ണിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് മെർക്കുറി. സാറ്റലൈറ്റ് ഒന്നുമില്ല. വീനസിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റും ഹോട്ടസ്റ്റ് പ്ലാനറ്റും ആണ്. എർത്ത് എന്ന് പറഞ്ഞിട്ട് ദ ഓൺലി പ്ലാനറ്റ് ഇൻ വിച്ച് ലൈഫ് എക്സിസ്റ്റൻറ്റ്. ജീവന് ഉള്ളത് ആകെ ഒരു പ്ലാനറ്റിലുള്ള അത് നമ്മുടെ എർത്താണ്. ഒരു സാറ്റലൈറ്റും ഉള്ള അത് മൂണാണ്. പിന്നെ നമ്മുടെ എർത്തിനെ ബ്ലൂ പ്ലാനറ്റ് എന്നും പറയും, വാട്ടറി പ്ലാനറ്റും പറയും. പിന്നെ ഇനോട്സിൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ പഠിച്ചാണ്. പിന്നെ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഫെമിലിയർ ആയിട്ടുള്ള ലോസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പറയാം? ട്രാഫിക് റൂൾസ് പറയാം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, ചൈൽഡ് റൈറ്റ്സ് ആക്ട്. ഏതെങ്കിലും 2 റൈറ്റ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. പിന്നെ നമ്മൾ സ്കൂളിൽ എന്തൊക്കെയാണ് നമ്മൾ പാലിക്കേണ്ട റൂൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ ഫോളോ ദ ടൈം ഷെഡ്യൂൾ, വെയർ ദ സ്കൂൾ യൂണിഫോം, മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ക്ലാസ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ. ഇനി നമ്മൾ റോഡ് സേഫ്റ്റി ലോസുമായിട്ട് എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ എന്താണ്? റോഡ് സേഫ്റ്റി ലോസ് ആർ വൺസ് ഫോർമുലേറ്റഡ് ടു മേക്ക് റോഡ് ട്രാഫിക് സ്മൂത്ത് ആൻഡ് ആക്സിഡൻറ്റ് ഫ്രീ. അപ്പോൾ സ്മൂത്ത് ആയിരിക്കണം, ആക്സിഡൻറ്റ് ഫ്രീ ആയിരിക്കണം. അതിനാണ് റോഡിന് കുറച്ച് നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത്. പെഡസ്ട്രീഷ്യൻ ആസ് വെൽ മോട്ടോറിസ്റ്റ് ആർ ഒബ്ലിഗഡ് ടു ഫോളോ ദീസ് റൂൾസ്. ബൈ ഒബേയിങ് ട്രാഫിക് റൂൾസ് വൺ ക്യാൻ എൻഷുർ വൺസ്
ഓൺ സേഫ്റ്റി ആൻഡ് ദ സേഫ്റ്റി ഓഫ് അതേഴ്സ്. പിന്നെ നമ്മുടെ കോടതിൻ്റെ ഹയറാർക്കി പറഞ്ഞു. ആദ്യം ഫസ്റ്റ് നമ്മുടെ എന്താണ് സുപ്രീം കോർട്ടാണ് വരുന്നത്. ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ കോടതിയാണ് സുപ്രീം കോർട്ട്. പിന്നെ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയതാണ് ഹൈക്കോർട്ട്, പിന്നെ ഡിസ്ട്രിക്ട് കോർട്ട്, സെഷൻ കോർട്ട്. ഇങ്ങനെയാണ് ആ ഒരു ലെവൽ വരുന്നത്. ഹൈക്കോർട്ട് എന്ന് പറയുന്നത് ദ ഹൈക്കോർട്ട് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് ലോ ഇൻ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിലെ ഏറ്റവും വലിയ കോർട്ട് ഏതാണെന്ന് വെച്ചാൽ അത് ഹൈക്കോർട്ടാണ്. അത് എവിടെയാണെന്ന് വെച്ചാൽ എറണാകുളമാണ്. സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞിട്ട് ഹയസ്റ്റ് കോർട്ട് ഓഫ് ലോ ഇൻ ഇന്ത്യ. അത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഡൽഹിയാണ്. പിന്നെ ജിയോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഷേപ്പ് ഓഫ് എർത്ത് ആണ്. എർത്തിൻ്റെ ഷേപ്പിൻ്റെ പേരാണ് ജിയോയിഡ്. പിന്നെ സീസൺ ഒക്കർ ചെയ്യുന്നത് എന്താണ്, റെവല്യൂഷൻ ആണ്. ഡേ ആൻഡ് നൈറ്റ് ഒക്കർ ചെയ്യുന്നത് റൊട്ടേഷനാണ്. അത് മനസ്സിലാക്കി വെക്കുക. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാങ്കറ്റ് ഓഫ് എയർ കവറിങ് ദ എർത്ത് ആണ്. ലാർജസ്റ്റ് പ്ലാനറ്റ് എന്ന് പറയുന്നത് ജൂപ്പിറ്റർ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ടു ഹ്യൂമൻ ആക്ടിവിറ്റി കോസിങ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ചോദ്യം വരാം. എന്താണ് ക്ലൈമറ്റ് ചേഞ്ചിന് നമ്മൾ കാരണമായിട്ടുള്ള മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് എന്താണെന്ന് വെച്ചാൽ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്, ഡീഫോറസ്റ്റേഷൻ വനനശീകരണം, പിന്നെ ഫോസിൽ ഫ്യൂവൽസൊക്കെ കത്തിക്കുക. പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പ്ലാന്റിങ് ട്രീസ്, റെഡ്യൂസിങ്, റീയൂസിങ്, റീസൈക്ലിങ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. അതേപോലെ തന്നെ മാപ്പിൻ്റെ